യെസ്, ആ 4 വ്യക്തിത്വങ്ങളും കൂടെ ഞാൻ വേദിയിലേക്ക് അടുത്തതായിട്ട് ഇൻവൈറ്റ് ചെയ്യണം. 4 നായികമാർ കാണണ്ടേ? അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന 4 നായികമാരെയും. മരീന മൈക്കിൾ, റിയ, നിയ, അനു, സോനാര. പ്ലീസ് വെൽക്കം. 4 പേരും വേദിയിലേക്ക് വരണം. അവർക്ക് കൈയടിയില്ലേ? അതാണ്. ഓക്കെ, ഇനി ഇവരുടെ 4 പേരുടെയും ഈ ഒരു സന്തോഷം, ഈ സിനിമയ്ക്കുള്ള ഒരു ആശംസ ഒക്കെ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹവും ബഹുമാനവും. ചില കാര്യങ്ങൾ നടക്കാൻ ഒരു നിമിത്തം എന്ന് പറയില്ലേ, ഈ ഒരു സിനിമയിൽ ഞാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണമായ ഒരാളെന്ന് പറയുന്നത് ശ്രീനാഥേട്ടനാണ്. ശ്രീനാഥേട്ടൻ ഇതിന് മുമ്പ് എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്ത വ്യക്തിയാണ്. പുള്ളിയിലൂടെയാണ് ഇതിലെ ഡയറക്ടേഴ്സിന് ലീഡ് കിട്ടുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ശ്രീനാഥേട്ട. പിന്നെ എല്ലാവരെയും പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. ഇത്രയും ചിരിച്ച ഒരു ഇവന്റ് സത്യത്തിൽ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ എടുത്ത എങ്ങുമില്ല. ചിരിച്ചിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ വേദനയുണ്ട്. അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ഇവന്റ് ആണ് ഇന്നിവിടെ നടന്നത്. ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഇവന്റ് ആണ്. നിങ്ങളെല്ലാവരും ക്ഷണിച്ചിട്ട് ഇവിടെ എത്തി എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല, ഞാൻ ചെയ്ത സിനിമകളിൽ എടുത്തു പറയുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ഹാപ്പി വെഡിങ്ങിലെ സീനാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ അമർ അക്ബർ ആന്റണി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അതിൻ്റെ ഡയറക്ടറിനെ ആദർശിക്കുകയാണ്. റൈറ്റേഴ്സ് ആണ് വിഷ്ണു, ബിപിൻ, ആലുൻ ചേട്ടൻ, എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഈ സിനിമ തുടങ്ങുന്ന കാലങ്ങളിൽ ഫസ്റ്റ് ചെയ്തൊരു മൂവി എന്നുള്ള രീതിയിൽ ഇപ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ ചാൻസ് തന്നതിൽ ഞാനൊരു നന്ദി അറിയിക്കുകയാണ്. ആൻഡ് വിഷ്ണുവിൻ്റെ കൂടെ കഴിഞ്ഞ മുമ്പത്തെ മാസം കോഴിക്കോട് ഞാനൊരു സിനിമ ചെയ്തു, റിവോൾവർ റിംഗോ. അതിൻ്റെ റിലീസൊക്കെ ആയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിബിബിൻ്റെ കൂടെ ചെയ്ത് ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് നമുക്ക് സെറ്റിലൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റട്ടെ. ഇതൊരു കൂടൽ തന്നെയാണ്. ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും വേണം. താങ്ക് യു. ഇവരുടെ മുമ്പിലൊക്കെ നമ്മൾ സംസാരിക്കുന്നതിന് അധികം പറ്റാവോ എന്നുള്ളത് പേടിയാണ്. അതുകൊണ്ട് അപ്പം എന്തായാലും ഈ ഒരു സിനിമയുടെ വലിയൊരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഈ പടം നല്ലൊരു സക്സസ് ആയി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിയ. ഒരുപാട് സന്തോഷം. വേദിയും സദസ്സും അലങ്കരിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ പുതുവത്സര ആശംസകൾ അറിയിക്കുകയാണ്. പിച്ച് വെച്ച് തുടങ്ങുന്ന കൊച്ചു കുട്ടികളെ പോലെ PJ പ്രൊഡക്ഷൻസിൻ്റെ തുടക്കമാണ് കൂടൽ എന്ന സിനിമ. ഇതിൻ്റെ ഒരു പാർട്ടാകാനായിട്ട് എന്നെ വിളിച്ചത് എൻ്റെ ഒരു ഡയറക്ടർ കൂടിയായിരിക്കുന്ന ഷാഫി എപ്പക്കാട് എന്ന് പറയുന്ന ഷാഫിക്കാണ്. ഒത്തിരി സന്തോഷം ബിബിൻ ചേട്ടനെ പോലെ ഒരു വ്യക്തിയുടെ ഒപ്പം അഭിനയിക്കാൻ അവസരം ലഭിക്കുക എന്നുള്ളത് തന്നെ. ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തികൾ മാത്രമല്ല, ഡയറക്ടർ മാത്രമല്ല, പ്രൊഡ്യൂസറോ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടുന്ന പേരുകൾ അറിയാത്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. അതിനേക്കാൾ ഉപരി ഓഡിയൻസ് നിങ്ങൾ തരുന്ന സപ്പോർട്ടും സ്നേഹമാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ അത് സക്സസ് ആയിട്ട് പൂർത്തീകരിച്ച് തിയേറ്ററിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടും മുമ്പോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ടും ഇതിൻ്റെ PJ പ്രൊഡക്ഷൻസിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എൻ്റെ എല്ലാവിധമായ സ്നേഹവും സന്തോഷവും നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നല്ല തണുപ്പ്, ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കണ്ടതിൽ. ഈ സിനിമ അടിപൊളിയാവട്ടെ, ഹിറ്റാവട്ടെ. താങ്ക് യു.